കത്തെഴുത്തിന്റെ സുവർണകാലം. അനുഭവം, പ്രബോധനം, വാരിക. രചന ഷേഖ് മുഹമ്മദ് കാരകുന്ന്. കത്തെഴുത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് പറയാം. സഹസ്രാബ്ദങ്ങളോളം നിലനിന്നു പോന്ന ആശയവിനിമയ രീതിയായിരുന്നു കത്തെഴുത്ത്. നന്നെ ചുരുങ്ങിയത് സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ കാലം തൊട്ടേ അത് നിലനിന്നിരുന്നുവെന്നതിന് ഖുർആൻ സാക്ഷി. ആത്മവിചാരങ്ങളും ഹൃദയവികാരങ്ങളും ഒട്ടൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും പ്രതിഫലിപ്പിക്കാനും കത്തുകൾക്ക് കഴിഞ്ഞിരുന്നു. പല കാരണങ്ങളാൽ നേരിൽ പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടെലഫോൺ മെസ്സേജുകളിലൂടെയാണല്ലോ അറിയിക്കാറുള്ളത്. അടുത്ത കാലം വരെയും ഈ ദൗത്യവും നിർവഹിച്ചിരുന്നത് കത്തുകളാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരും കത്തുകളെ അവഗണിക്കുമായിരുന്നില്ല. കൃത്യസമയത്ത് വായിക്കുകയും യഥാസമയത്ത് മറുപടി അയക്കുകയും ചെയ്യുമായിരുന്നു. കത്തുകൾ കിട്ടിയിരുന്ന കാലത്തൊക്കെയും ഇക്കാര്യത്തിൽ കണിശത പുലർത്താൻ ശ്രമിച്ചു പോന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അയക്കുന്ന മുഴുവൻ സന്ദേശങ്ങൾക്കും അവയുടെ ആധിക്യം കാരണം മറുപടി നൽകാൻ കഴിയാറില്ല. എങ്കിലും അന്വേഷകൻ അനിവാര്യമായും അറിയേണ്ടതാണെന്ന് തോന്നുന്ന അനന്തരാവകാശം പോലുള്ള വിഷയങ്ങളിൽ കൃത്യമായി മറുപടി അയക്കാറുണ്ട്. കഥകളിൽ കളവ് ആകാമോ? ഗൾഫ് യാത്രയിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുമായുള്ള സംഭാഷണത്തിനിടയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ കത്തും അതിനു നൽകിയ മറുപടിയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം കഥ എഴുതി തുടങ്ങുന്ന കാലമാണ്. സ്വാഭാവികമായും സർഗ സാഹിത്യങ്ങളിലെ കഥാപാത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളും സംഭവങ്ങളുമെല്ലാം തീർത്തും സാങ്കല്പികമായിരിക്കുമല്ലോ. അതിനാൽ അങ്ങനെ കള്ളമെഴുതുന്നത് കുറ്റകരമാണെന്ന ധാരണ പലരിലും നിലനിന്നിരുന്നു. അങ്ങനെ കഥ എഴുതുന്നത് അനുവദനീയമാണോ അല്ലേ എന്ന് അന്വേഷിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊയ്ത്തുംകടവ് കത്തെഴുതിയതും അതിന് വിശദമായി തന്നെ മറുപടി അയച്ചതും അദ്ദേഹം അനുസ്മരിച്ചു. മനസ്സമാധാനത്തോടെ കഥകൾ എഴുതാൻ അത് സഹായകമായ കാര്യം നന്ദിയോടെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. കച്ചവടത്തിൽ ഇടപെട്ട കത്ത്. കോഴിക്കോട് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൽ നിന്ന് MP റോഡിലൂടെ മൊയ്തീൻ പള്ളിയിലേക്ക് പോകവെ ഒരു ചെറുപ്പക്കാരൻ വഴിയിൽ തടഞ്ഞു നിർത്തി. അദ്ദേഹം മാനസികമായി വളരെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് മുഖം പറയുന്നുണ്ടായിരുന്നു. റോഡിന്റെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി സ്വകാര്യമായി പറഞ്ഞു, "ഞാൻ ഇവിടെ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ്. വിൽപ്പന വസ്തുക്കളിൽ നിഷിദ്ധമായ ചിലതുണ്ട്. കടയിലെ ജീവനക്കാരൻ എന്ന നിലയിൽ അത് വിൽക്കാനും എടുത്തുകൊടുക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഈ ജോലിയിൽ തുടരുന്നത് ശരിയാണോ? മറ്റ് ജോലികളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ കടയിൽ നിൽക്കുന്നത്." ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് പകരം കടയുടമയെക്കുറിച്ച് അന്വേഷിക്കുകയാണുണ്ടായത്. അദ്ദേഹം കൃത്യമായി നമസ്കരിക്കുന്ന മതനിഷ്ഠയുള്ള ആളാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ വിലാസം ചോദിച്ചു വാങ്ങി. അത് തരുമ്പോൾ താനുമായി ബന്ധപ്പെടുത്തി കാര്യം പറയരുതെന്ന് ആ ചെറുപ്പക്കാരൻ പ്രത്യേകം ഉണർത്തി. ഓഫീസിൽ വന്ന ഉടനെ നിഷിദ്ധമായ വസ്തുക്കൾ വിൽക്കുന്നതിന്റെ ഇസ്ലാമിക വിധി വിശദീകരിച്ചും അതൊഴിവാക്കാൻ ആവശ്യപ്പെട്ടും കടയുടമക്ക് കത്തെഴുതി. 3-ാം ദിവസം തന്നെ മറുപടി കിട്ടി. ഇക്കാര്യം ആരും തന്നെ തന്റെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നില്ലെന്നും കത്തു കിട്ടിയ ഉടനെ തന്നെ എല്ലാം എടുത്തുമാറ്റിയെന്നും ഇനിയൊരിക്കലും അത്തരം വസ്തുക്കൾ വിൽക്കുകയില്ലെന്നും തെറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദിയുണ്ടെന്നും അറിയിച്ചുകൊണ്ടായിരുന്നു കത്ത്. ഇത് വലിയ പ്രചോദനമായി. പിന്നീട് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വന്നപ്പോൾ കത്തെഴുത്തായിരുന്നു സ്വീകരിച്ചിരുന്ന ഒരു രീതി. കോഴക്കെതിരെ. കോഴിക്കോട് ടൗൺ ഹാളിൽ മുസ്ലിം വിദ്യാഭ്യാസ സമ്മേളനം നടക്കുകയാണ്. പ്രഭാഷകരിൽ ഒരാൾ വ്യക്തിപരമായി എന്നെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും സംസാരിച്ചു. അതിന് കാരണം ഒരു കത്തായിരുന്നു. വളരെയേറെ പാരമ്പര്യവും പേരും പ്രശസ്തിയുമുള്ള മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനം. അവിടെ കോഴ കൊഴുക്കാൻ തുടങ്ങി. പാവപ്പെട്ട സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചില്ലെന്നതോടൊപ്പം
സ്ഥാപനത്തെയും സമുദായത്തെയും സംബന്ധിച്ച് അത് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി. അതിന്റെ പാരമ്പര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പലരും സംസാരിക്കാൻ തുടങ്ങി. അത്തരമൊരു സാഹചര്യത്തിൽ ആ സ്ഥാപനത്തിന്റെ മഹിതമായ പാരമ്പര്യം ഓർമ്മിപ്പിച്ചും അത് വീണ്ടെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചും കോഴ സമ്പ്രദായം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടും മാനേജിംഗ് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങൾക്കും കത്തയച്ചു. ഒരാൾ അതിനെ അനുകൂലിച്ചും സ്വാഗതം ചെയ്തും പ്രതികരിച്ചു. മറ്റൊരാൾ അങ്ങേയറ്റം പ്രകോപിതനായി. അതിന്റെ പ്രതിഫലനമായിരുന്നു ടൗൺ ഹാൾ പ്രഭാഷണം. കാലപ്രവാഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. അനുകൂലമായി പ്രതികരിച്ചയാൾ കമ്മിറ്റിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന സ്ഥാനത്തെത്തി. അതോടെ കോഴ സമ്പ്രദായത്തിന് അറുതിയായി. മദ്യത്തിൽ നിന്ന് മുക്തിയേകിയ കത്ത്. IPH പുസ്തകമേള നടക്കുകയാണ്. നല്ല ജനത്തിരക്കുണ്ട്. അപ്പോൾ ഒരാൾ അടുത്തുവന്ന് പലതും വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ലഹരിക്ക് അടിപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ശാന്തമായി മറുപടി നൽകി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരാന്തയിൽ കുഴഞ്ഞു വീണു. വളണ്ടിയർമാർ അദ്ദേഹത്തെ എടുത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് കിടത്തി. അല്പം കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അദ്ദേഹം എഴുന്നേറ്റുപോയി. ഏതാനും ദിവസങ്ങൾക്കു ശേഷം ആ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചും ക്ഷമ ചോദിച്ചും എനിക്കൊരു കത്ത് കിട്ടി. അതിന് വിശദമായ മറുപടി എഴുതി. അതൊന്നും പ്രശ്നമല്ലെന്നും അതിന്റെ പേരിൽ പ്രയാസപ്പെടേണ്ടതില്ലെന്നും എഴുതിയ ശേഷം അതിനിടവരുത്തിയ മദ്യത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കുറിച്ചിട്ടു. അത് കുടുംബിനിക്കും കുട്ടികൾക്കുമുണ്ടാക്കുന്ന പ്രയാസങ്ങളാണ് കൂടുതലും വിശദീകരിച്ചത്. മറുപടി കിട്ടിയ ഉടനെ അദ്ദേഹം വീട്ടിൽ വന്ന് കാണാൻ താൽപര്യം പ്രകടിപ്പിച്ച് കത്തെഴുതി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തും ക്ഷണിച്ചും മറുപടി അയച്ചു. അങ്ങനെ അദ്ദേഹം മകനെയും കൂട്ടി വീട്ടിൽ വന്നു. ഹൃദ്യമായി സ്വീകരിക്കുകയും നന്നായി സൽക്കരിക്കുകയും ചെയ്തു. തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രയാസം മനസ്സിലാക്കി ചെറിയ സഹായവും നൽകി. തുടർന്നുള്ള നിരന്തര ബന്ധത്തിലൂടെ അദ്ദേഹം പൂർണ്ണമായി മാറി. ഇസ്ലാമിക ജീവിതം നയിക്കാനും തുടങ്ങി. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെയില്ല. മക്കൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകിയ ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുടുംബം ഇസ്ലാമിക ജീവിതം നയിച്ചും തങ്ങളുടെ മേഖലകളിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തിയും കഴിഞ്ഞുപോരുന്നു. ഇതിനൊക്കെയും വഴിയൊരുക്കിയത് കത്തുകൾ തന്നെ. കത്തെഴുത്ത് നിലച്ചപ്പോൾ. സാമൂഹിക മാധ്യമങ്ങളുടെ വ്യാപനത്തോടെ കത്തെഴുത്ത് നിലച്ചു. അതോടെ വ്യക്തികൾക്കിടയിലെ ആശയവിനിമയത്തിലും വിവര കൈമാറ്റത്തിലും സൗഹൃദങ്ങളുടെ പങ്കുവെപ്പിലും സ്നേഹച്ചൂട് പകർന്നു നൽകലിലും സാരമായ മാറ്റം സംഭവിച്ചു. കത്തുകൾക്ക് വളരെയേറെ സ്വകാര്യതയുണ്ടായിരുന്നു. അത് ഹൃദയത്തോട് സംസാരിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഷ അങ്ങേയറ്റം സൗമ്യവും സ്നേഹസ്മരണവുമായിരുന്നു. എന്നാൽ വാട്സപ്പും ഇമെയിലും ടെലഫോണും കത്തുകളുടെ സ്ഥാനം കയ്യേറ്റതോടെ സ്വകാര്യത നഷ്ടമായി. ഹൃദ്യതയ്ക്ക് മങ്ങലേറ്റു. ആര് എന്തൊക്കെ ആരുടെ മുമ്പിലൊക്കെ വെളിപ്പെടുത്തുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ടെലഫോണിലൂടെ നടക്കുന്ന സംസാരം പകർത്തി പ്രചരിപ്പിക്കുകയില്ലെന്നതിന് ഒരു ഉറപ്പുമില്ല. അതിനാൽ വളരെ ശ്രദ്ധിച്ച് ഫോണിൽ സംസാരിക്കുകയുള്ളൂ. കത്തെഴുത്തിലേക്ക് തിരിച്ചു പോകാൻ ഇനി സാധ്യതയില്ല. അതിനാൽ ആശയവിനിമയത്തിന്റെ പുതുമാധ്യമങ്ങളെ കുറെ കൂടി മനുഷ്യപ്പറ്റുള്ളതാക്കി മാറ്റുകയേ നിർവാഹമുള്ളൂ. വ്യക്തിപരമായി അയച്ച സന്ദേശം ബന്ധപ്പെട്ട വ്യക്തിയുടെ അനുവാദമില്ലാതെ പരസ്യപ്പെടുത്തുന്നത് കുറ്റകൃത്യമാണെന്ന കാര്യം വിസ്മരിക്കാവതല്ല. മാറുന്ന ലോകത്തും മാറാത്ത മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ കഴിയണമല്ലോ. നന്ദി.